കറൻസി ഏതാണ്? ഇന്ത്യൻ റുപ്പി. പാറുവിന് 9 പോയിന്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ദേശീയ ഇഴജന്തു എന്താണ്? രാജവെമ്പാല. ഓക്കെ, ലച്ചുവിന് 4 പോയിന്റായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ഗാനം രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഗുഡ്, പാറുവിന് 9 പോയിന്റായി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരം. ഗുഡ്, കൺഗ്രാറ്റുലേഷൻ പാറു, 10 പോയിന്റ് ആയിരിക്കുന്നു കേട്ടോ. 17 ക്വസ്റ്റ്യനില് 10 ക്വസ്റ്റ്യനും പാറു ആൻസർ ചെയ്തു. താങ്ക് യു ടീച്ചർ. സെക്കൻഡ് വരുന്നത് ലച്ചു 4 പോയിന്റ്. തേർഡ് വരുന്നത് അബു ആമിന 1 പോയിന്റ്. ബാക്കി 2 പേരെന്താ ഒന്നും പഠിച്ചില്ലേ? വിഷ്ണു ആൻഡ് ശിവ. ശിവയ്ക്ക് എന്താ ഒന്നും പറയാൻ കിട്ടായിരുന്നു? അത് പിന്നെ എനിക്കൊന്നും പഠിക്കാൻ പറ്റിയില്ല ഇന്നലെ. അതെന്താ ശിവ? ഇന്നലെ ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല, പുറത്തായിരുന്നു ടീച്ചർ. ആഹാ, പഠിച്ചിട്ട് വേണ്ടേ പുറത്തൊക്കെ പോവാൻ? എന്താ ലച്ചു ഇപ്രാവശ്യം നീ പഠിത്തത്തിൽ കുറച്ച് പുറകോട്ട് പോയേ? അത് പിന്നെ അറിയില്ല ടീച്ചർ. അറിയാനിട്ടൊന്നല്ല, ആദ്യമൊക്കെ നീ ഫസ്റ്റ് ബെഞ്ചിലായിരുന്നു, ഇപ്പൊ നീ ലാസ്റ്റ് ബെഞ്ചിലാ പോയിരിക്കണത്. അതുകൊണ്ട് ക്ലാസ് എടുക്കണമെന്ന് നിനക്ക് മനസ്സിലാവാത്ത. അടുത്ത എക്സാമിന് നല്ല മാർക്ക് മേടിച്ചോളാന്നാ പറഞ്ഞ കൊച്ചാ. ഇപ്പൊ എന്തായി? പഠിക്കാതിരുന്ന പാറുവിനായി ഇപ്പൊ എല്ലാത്തിനും ഫസ്റ്റ്. നീ നല്ലോണം പുറകോട്ട് പോയിക്കണോ ലച്ചു. ഇനി നീ ഉറപ്പിയാൽ ക്ലാസ്സിലെ ലാസ്റ്റ് റാങ്ക് ആയിരിക്കും നിനക്ക്. ഇനി ഞാൻ നോക്കിക്കോളാം ടീച്ചർ. എന്ത് നോക്കിക്കോളാന്ന്? ആദ്യമൊക്കെ നീ പഠിക്കണത് അന്നു വീട്ടിൽ പോയി പഠിച്ചിരുന്നു. ഇപ്പൊ നിനക്ക് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കളിയാണ്. അമ്മ വിളിച്ചപ്പോഴും പറഞ്ഞിരുന്നു ആദ്യത്തെ പോലെ ഇപ്പൊ പഠിക്കണമൊന്നുമില്ലാന്ന്. ഇപ്പൊ എന്ത് പറ്റി നിനക്ക്? പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയോ? അത് പിന്നെ പഠിക്കാൻ ഇപ്പൊ ആദ്യത്തെ